നവോമി തൻ്റെ മരുമക്കളോട് പറയാണ്, മക്കളെ, ഇനി നിങ്ങൾ എൻ്റെ കൂടെ വന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ എനിക്ക് തന്നെ ഒരു ഭാരമായിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ അമ്മമാരുടെ വീട്ടിലോട്ട് പോകും, വേറെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചു. ഒരു മരുമകൾ പൊട്ടിക്കരഞ്ഞ് അമ്മായിയമ്മയെ ചുംബിച്ച് മടങ്ങിപ്പോയി. രൂത്ത് പോയില്ല. പോകാത്തതിൻ്റെ കാരണം എന്താ? ഭർത്താവും 2 മക്കളുമായിട്ട് മഞ്ഞവളായിട്ട് ധനികയായിട്ട് ഈ ദേശത്തേക്ക് കടന്നു വന്ന ഈ അമ്മച്ചിയെ ഒറ്റയ്ക്കൊരു ഭാണ്ഡക്കെട്ടുമായിട്ട് ഒറ്റയ്ക്ക് നടത്തി ബത്ലഹേമിലേക്ക് വിടാൻ ഇവൾക്ക് മനസ്സില്ലായിരുന്നു. രൂത്ത് കൂടെ വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു ബത്ലഹേം വരെ പോലും എത്തില്ല. വഴിയിൽ വെച്ച് അവർ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോയനെ. അത്രക്ക് സങ്കടം പേറി അവർ മടങ്ങിപ്പോകും. രൂത്ത് പറഞ്ഞ്, എൻ്റെ ഭാവി എനിക്ക് വിഷയമല്ല, ഞാൻ എൻ്റെ ഈ അമ്മായിമ്മയുടെ കൂടെ പോകും, ഞാൻ അവൾക്ക് താങ്ങായിരിക്കും. നവോമി ഉള്ളുകൊണ്ട് അത് ആഗ്രഹിച്ചിരുന്നിരിക്കും. ഇവിടെ ചെല്ലുമെന്ന് പറഞ്ഞപ്പോൾ ബത്ലഹേം വരെ നടക്കാനുള്ള എനർജി ഈ രൂത്തായിരുന്നു. അവിടെ ചെന്ന് അവിടെ താമസിക്കാനുള്ള ആ ശക്തി, ആ കൂട്ടായ്മ ഈ രൂത്തായിരുന്നു. ഇന്ന് നമ്മുടെ ഇടയിൽ ഇതുപോലെ ഒറ്റപ്പെട്ടവരുണ്ടെന്നേ. രൂത്ത് പോയ പോലെ കൂടെ നടക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിലും പ്രാർത്ഥനയിലൊരു കൂട്ടായ്മ കാണിക്കാൻ പറ്റും.